ഹായ്, എൻ്റെ പേര് രജനി. ഞാൻ രജാസ് വേൾഡ് 1-2 എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റേതായ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു സന്ധ്യക്കുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ ചപ്പാത്തിയും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളക്കടലക്കറിയാണ്. അപ്പോൾ എൻ്റേതായ റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ കുതിർത്ത് വെച്ച വെള്ളക്കടലയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു 4 വിസിൽ വരുത്തി വേവിച്ചെടുത്തു. കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് കേട്ടോ. ഒരു 4 വിസിലാണ് വന്നത്. പിന്നെ അതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള സബോള, തക്കാളി. ഇപ്പം ഞാൻ 2 സബോളയും ചെറിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. പിന്നെ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതെണ്ണയിലാണ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടം പോലെ ചെയ്യാം. അതിൽ കറുവപ്പട്ടയും ഗ്രാമ്പൂ, കറിവേപ്പില, മസാലപ്പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം സബോളയും തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ആ സമയത്ത് തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ച ആ ഗ്രാമ്പു, പട്ട കുറച്ചിട്ടാൽ മതി കേട്ടോ. ആവശ്യത്തിനൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് പെരുംജീരകവും ഇട്ട് കൊടുക്കുക. പിന്നെ കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാരണം കടല വേവിക്കുമ്പോൾ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാല ആവശ്യത്തിന്. പിന്നെ ഉപ്പ് കടല വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് വേണം ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുളക് പൊടി ആവശ്യത്തിന്. ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1 സ്പൂൺ മതിയാവും. അങ്ങനെ നന്നായി വഴറ്റി ഒന്ന് ചൂടായതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അത് അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ച കടലയുണ്ടല്ലോ, അതും കൂടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ അരപ്പ് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നേരത്തെ തക്കാളിയും സവോളയും വഴറ്റിയ അതേ ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച കടലയും കൂടി അതിനോടൊപ്പം ചേർക്കുക. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയതിന് ശേഷം നന്നായി തിളപ്പിക്കുക. പിന്നെ ഞാൻ കടുകൊന്നും ഇതിന് വറുത്തിടാറില്ല കേട്ടോ. പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവെടുത്തു, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുഴച്ചെടുക്കുക. നോർമൽ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴയ്ക്കാറ്. ചൂടുവെള്ളം അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് ചപ്പാത്തി മാവ് കുഴയ്ക്കാറ്. അപ്പോൾ അതൊന്ന് കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴയ്ക്കുക. അതൊരു ചപ്പാത്തിക്കൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് ഓരോ ബോളുകളാക്കി ഉരുട്ടിയെടുത്ത് പരത്തിയെടുത്ത് ചുട്ടെടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്ന് ഞങ്ങളെ രാത്രിത്തെ ഫുഡ്, ചപ്പാത്തിയും വെള്ള കടലക്കറിയും. അപ്പോൾ ഈ കടലക്കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, ബൈ.